അല്ലാഹുവിന്റെ പ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആരാണ് നല്ല ഭർത്താവെന്നറിയോ? ആരാണ് നല്ല ഭർത്താവെന്നറിയോ? ആ ഭർത്താവിന്റെ ഗുണങ്ങൾ അറിയോ? ആ ഭർത്താവിന്റെ സവിശേഷതകൾ അറിയോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഭർത്താക്കന്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, എടുക്കുന്ന വടിയെടുത്ത് മുതുകത്തിടുന്നവനല്ല സ്നേഹമുള്ള ഭർത്താവ്. തന്റെ ഭാര്യയോടെപ്പോഴും കരുണ കാണിക്കുന്ന, അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകുന്ന, അവരുടെ സങ്കടത്തിൽ പങ്കാളികളാകുന്ന, അവർക്ക് രോഗമാകുമ്പോ അല്ലാഹുവേ ആ രോഗം നിങ്ങളുടെ രോഗമാണെന്ന് കരുതുന്ന, നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ നിങ്ങൾ അവരെ കൂടെ വിളിച്ചരികത്തേക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറയുന്ന, നിങ്ങൾ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണമെങ്കിലും എടുത്ത് ഭാര്യയുടെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്ന, ഭാര്യ ഭർത്താവിന്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്ന ആ ഒരു മാധുര്യമുള്ള കുടുംബ ജീവിതത്തിന്റെ മഹാത്മ്യം എവിടെയാണോ? എന്നാൽ അവര് വിജയിച്ചെന്നാണ്. നിന്റെ സങ്കടങ്ങൾ പറയാൻ, നിന്റെ വിഷമങ്ങൾ പറയാൻ, നിന്റെ ആപലാദികൾ പറയാൻ, എന്തിനേറെ നിനക്ക് അല്ലാഹു തന്ന ഒരു സൗഭാഗ്യമാണ് നിന്റെ ഭാര്യ. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് നിന്റെ സൗഭാഗ്യമാണ്, ഭാര്യന്റെ സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ സ്നേഹമുണ്ടാകണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹം കടന്നു വരുമ്പോഴാണ് വിജയിക്കുന്നത്. അവിടെയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിന്റെ നാനാഭാഗത്തേക്കൊന്ന് കണ്ണോടിച്ചു പോയാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഭൂരിഭാഗവും പരാജയമാണ്. ഭൂരിഭാഗവും പരാജയമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ഭർത്താവിന് ആദ്യമായിട്ട് മാറ്റേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് ചോദിക്കും, അലിയാർ തങ്ങളെ, ഞാനും എന്റെ ഭാര്യയും ഒത്തുകൊണ്ട് വീടിന്റെ കത്തട്ടിൽ കഴിഞ്ഞുകൂടുമ്പോ അല്ലാഹുവേ, ഞാൻ എങ്ങനെയാണ് അവളോടൊപ്പം സാമീപ്യം കാണിക്കേണ്ടുന്നത്? ഉടൻ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന വാക്കറിയോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന വാക്കറിയോ? നിനക്ക് നിന്റെ ഭാര്യയോട് ഏറ്റവും കൂടുതൽ സ്നേഹം വരണമെങ്കിൽ, നിന്റെ ഭാര്യയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരണമെന്നുണ്ടെങ്കിൽ, നിന്റെ ഭാര്യയോട് നല്ല കാരുണ്യം വരണമെന്നുണ്ടെങ്കിൽ, നിന്റെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന് രുചി വരണമെങ്കിൽ, നിന്റെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഏത് കാര്യത്തിനും സമാധാനം വേണമെങ്കിൽ, നീ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? നിന്റെ ഭാര്യയെ നീ സംശയിക്കാതിരിക്കലാണ്. നിന്റെ ഭാര്യയെ നീ സംശയിക്കാതിരിക്കലാണ്. ഇന്ന് ലോകത്തുള്ള മുഴുവൻ വിവാഹ വേർപെടലിന്റെ ആ സംഭവത്തിന്റെ കാര്യങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് നോക്കിയാലും അതിന്റെ എല്ലാം മുമ്പിൽ നിൽക്കുന്ന ഒന്ന്, ഭാര്യക്ക് ഭർത്താവിന് സംശയമാണ്, ഭർത്താവിന് ഭാര്യയും സംശയമാണ്. രണ്ടുപേരും മൊബൈൽ പിടിച്ചിരുന്ന പിന്നെ സംശയം തുടങ്ങി. ആർക്കാ നീ ചാറ്റ് ചെയ്യുന്നത്? 1 മണിയായി, 2 മണിയായി, എന്തേ നിനക്ക് ഉറക്കം വരാത്തത്? ഭർത്താവ് അവിടെ പാതിരാത്രി 3 മണി വരെ ഇരുന്നാലും വിഷയമില്ല. ഭാര്യ വല്ലാഹുവേ 1 മണിക്കൂർ എന്നതിനേക്കാൾ കൂടിപ്പോയാൽ പിന്നെ ആർക്കാണ് ചാറ്റ് ചെയ്തതെന്ന് ചോദിച്ചു പോയി. സംശയം മുളവിട്ടു പോയി. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഭർത്താവിന് ഒരു ഭർത്താവിന് വേണ്ടുന്ന ഒന്നാമത്തെ ഗുണമേതെന്നറിയോ? അവന്റേതായിട്ടുള്ള ഭാര്യയെ സംശയിക്കാതിരിക്കലാണ്. വളരെ കറക്റ്റാണ്. എന്റെ വാക്കല്ല ഇത് ഞാൻ പറയണ വാക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിനെ എടുത്തു കളയാം. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് ഒരിക്കലും തന്റെ ഭാര്യയെ സംശയിക്കരുത്. അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്തുണ്ടായി? അവിടെ വിഷയങ്ങളായി, അവിടെ വിള്ളലുകളായി. പിന്നെ എന്ത് പറഞ്ഞാലും ഈ ഒരു സംശയത്തിന്റെ കണ്ണുകൊണ്ടേ കാണുള്ളൂ. ഭാര്യ ഭക്ഷണം കൊണ്ട് വെക്കുമ്പോഴും, ഭാര്യ വെള്ളം കൊണ്ട് വെക്കുമ്പോഴും, ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോഴൊക്കെ ഭർത്താവിന്റെ ചിന്ത, ഇപ്പോൾ ഇന്നലെ ആരെപ്പ ചാറ്റ് ചെയ്ത് ഈ രാത്രി 1 മണിക്ക് 2 മണിക്ക് പടച്ചോനെ? സംശയം. ആ സംശയം എപ്പോ വരും?
ആ സംശയം എപ്പോ വരുന്നോ ആ സമയം നമുക്ക് എന്ത് കിട്ടൂല? നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടില്ല, ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. ഇന്ന് നോക്ക്, ഈ ലോകത്തുള്ള മുഴുവൻ വിവാഹ ബന്ധം വേർപെടലിന്റെ മുമ്പിലും സംശയരോഗമാണ്. സംശയരോഗമാണ്. നമ്മുടെ നാടിന്റെ നാനാഭാഗത്ത് കണ്ണോടിച്ചു നോക്കിയാൽ അധികവും സംശയരോഗത്തിന്റെ വഴികളിലാണ്, അല്ലേ? പിന്നെ ദുനിയാവിന്റെ പുറത്ത് വേറെ ചില ആളുകളുണ്ട്. ഭർത്താവിനെ വിളിച്ചിട്ട് പറയും, ഇന്നലെ ഭാര്യ അവനുമായി ചാറ്റ് ചെയ്ത് ഞാൻ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു, ഇന്നലെ അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, അല്ലേ? പക്ഷെ നമുക്ക് നമ്മുടെ ഭാര്യ ഒരു വിശ്വാസമുണ്ടോ? എന്നാൽ നമ്മൾ വിജയിച്ചു, ആളുകൾ പറയുന്നതല്ല നമ്മളിപ്പോ കേൾക്കേണ്ടുന്നത്. നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ ഭാര്യ, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് നിങ്ങളുടെ ഭാര്യയിൽ, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീ എന്തെല്ലാം കൊണ്ട് കൊടുത്താലും ശരി, ആ ജീവിതം ശരിയാകില്ല. അങ്ങനെയാണ് കാലത്തിന്റെ പോക്ക്, ആ ജീവിതം ശരിയാകൂല. അതുകൊണ്ട് ഒന്നാമതായി എന്റെ ഭർത്താക്കന്മാരെ നമുക്ക് വേണ്ടുന്ന കാര്യം ഏതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, തന്റെ ഭാര്യയെ സംശയിക്കാതിരിക്കലാണ്. എന്തിനേറെ കേട്ടോ, 4 കാര്യങ്ങൾ ഒരു ഭർത്താവിന് അനിവാര്യമാണ്. 4 കാര്യങ്ങൾ ഒരു ഭർത്താവിന് അനിവാര്യമാണ്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പറയുന്ന 4 കാര്യം നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഉണ്ടോ നോക്കണം. അപ്പൊ ചിലര് പറയും, സുബ്ഹാനല്ലാഹ്, മിക്കറ് പൗഡറിക്കുന്ന ഉമ്മമാരൊക്കെ വിളിക്കും, ഇക്ക ഇങ്ങളിഞ്ഞ് വരി, അടുത്തിരി കുറച്ചു നേരം ഉസ്താദ് പറയുന്നത് എന്താന്ന് ഇങ്ങോട്ട് കേട്ടോളി. നിങ്ങൾ വിളിച്ചിരുത്തുന്നോണ്ടും കുഴപ്പമില്ല, അരികത്തിരുത്തുന്നോണ്ടും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല, അല്ലേ? ഭാര്യ സംശയിക്കാതിരിക്കുമ്പോഴും ഭാര്യയോട് സ്നേഹമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൂടുമ്പോ അപ്പോഴും നമ്മൾ എന്താ പറയും, ഭാര്യ കാണുമ്പോഴൊക്കെ ഒരു പാട്ടൊക്കെ പാടി കൊടുത്തോളി. സ്നേഹമുള്ളൊരു മോളാണ്, അല്ല തന്നൊരു കനിയാണ്, എന്റെ ജീവിത സഖിയായി വന്നതാ സ്നേഹമേ. ലോകത്തൊരു പെണ്ണും നിന്നെ പോലില്ലല്ലോ, അല്ലാഹു തന്നോരു പൊൻകനിയേ. ഭാര്യയുടെ മുഖത്തോക്കിട്ട് ഇങ്ങനെ പാടാൻ, പടച്ചോനെ മൂപ്പർക്ക് എന്താ പറ്റിക്കണത്? ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നല്ലോ, ഇന്നലെ വരെ നല്ല അടിപൊളി സ്വഭാവമായിരുന്നു, ഇന്നിപ്പോ എന്താ പറ്റിയത്? അല്ലേ? വെറുതെ എങ്കിലും പാടിക്കോളി. ഭാര്യയെ പറ്റി നല്ലത് പറയാ, ഭാര്യയെ പറ്റി മോശം പറയാതിരിക്കുക, ഭാര്യയെ പറ്റി ആളുകളോട് കുറ്റപ്പെടുത്താതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ആളുകൾ കേൾക്കത്തക്ക ഭാര്യ ആക്ഷേപിക്കാതിരിക്കുക. എന്നാൽ അവിടെ നിന്ന് പഠിച്ചു പോകണം. 4 കാര്യങ്ങൾ ഒരു ഭർത്താവിനുണ്ടാകണമെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ആ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ല എന്നുണ്ടെങ്കിൽ വല്ലാഹ് നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലാണ്. അല്ലാഹുവേ, നമുക്ക് ഏറ്റവും നല്ല പാഠമാരെന്നറിയോ? മദീനയുടെ രാജകുമാരനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താ പറഞ്ഞെന്നറിയോ? ഖിയാറുക്കും ഖിയാറുൽ അഹ്ലി, ഖിയാറുക്കും ഖിയാറുൽ അഹ്ലി. ഏറ്റവും നല്ലവൻ ആരെന്നറിയോ? ആളുകളുടെ മുമ്പിൽ നമ്മൾ ഭയങ്കര മാന്യന്മാരാ, ആളുകളുടെ മുമ്പിൽ നമ്മൾ ഭയങ്കര മാന്യന്മാരാ. അപ്പുറത്തുള്ള അയൽവാസികൾ, വീടിന്റെ അപ്പുറത്തുള്ളവർ, അവര് പറയും അവനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ഇല്ല. അവളെ ഭർത്താവിനെ കണ്ടു പഠിക്കണം. പക്ഷെ വീട്ടിന്റെ അകത്തട്ട് നടക്കുന്ന ആർക്കേ അറിയുള്ളൂ? ഭാര്യയ്ക്കേ അറിയുള്ളൂ. എന്നും ഉപദ്രവം, എന്നും അടി, എന്നും വഴക്കും, ഒരു സമാധാനം കൊടുക്കൂല. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്, ഇല്ലേ? പക്ഷെ വെളിയിൽ ഇറങ്ങിയാൽ ഭയങ്കര ടിക്ടോക്കില് ആരെന്ത് പറഞ്ഞാലും ഒരു 55 മസിലൊക്കെ പിടിച്ച് ആ പറഞ്ഞോളൂ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സെറ്റപ്പായിട്ട് ഇങ്ങനെ കടന്നു പോകും. കാരണം എന്താ? അവന്റെ പവർ കൂടാൻ. എന്നാൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകര്. ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാരെന്നറിയോ? അയൽവാസികൾ പൊക്കി പറയുന്നവനല്ല, അയൽവാസികൾ നല്ലവനാണെന്ന് പറയുന്നവനല്ല. ഏറ്റവും നല്ല ഗുണമുള്ളവൻ, ഏറ്റവും നല്ലവനാരാ? തന്റെ പ്രിയപ്പെട്ടവളോട് നല്ല രീതിക്ക് വർത്തമാനം പറയുന്നവനാ, തന്റെ ഭാര്യയോട് നല്ലതുപോലെ സംസാരിക്കുന്നവനാ, തന്റെ ഭാര്യയുടെ സന്തോഷത്തിൽ പങ്കാളിയാകുന്നവനാ, തന്റെ ഭാര്യയുടെ സങ്കടത്തിൽ പങ്കുചേരുന്നവനാ. അങ്ങനെ ഉള്ളവനാണ് ഏറ്റവും നല്ല ഭർത്താവെന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകര്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാ, വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ അല്ലാഹുവേ എന്റെ കുടുംബത്തിനോട് ഞാനാണ് ഏറ്റവും കൂടുതൽ
നമുക്കൂടെ നല്ലതുപോലെ അല്ലാഹുവേ പരിവർത്തിക്കുന്നത്. ഞങ്ങൾ പറയാൻ നിങ്ങളിൽ ഏറ്റവും നല്ലതാരാ? നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയോട് നല്ലതുപോലെ നല്ല സ്വഭാവത്തോടുകൂടി കടന്നു വരുന്നവരാരാണ്? നിങ്ങളുടെ ഭാര്യയോട് നല്ല സ്വഭാവത്തോടുകൂടി കടന്നു വരുന്നവരാരാണ്? അവരാണ് ഏറ്റവും നല്ല ഭർത്താവ്. ഞാനാണ് എന്റെ കുടുംബത്തിൽ ഏറ്റവും നല്ലതുപോലെ എന്റെ ഭാര്യമാരോട് പെരുമാറുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ? നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഹുസ്നുൽ മുആശിറത്തി സൗജ. ഒരു ഭർത്താവിനുണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ ഗുണമേതെന്നറിയോ? ഹുസ്നുൽ മുആശിറത്തി സൗജ. തന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറലാണ് ഒരു ഭർത്താവിനുണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ ഗുണം. ചിലപ്പോ ഇതിന്റെ അടിയിൽ ഭർത്താക്കന്മാര് കേട്ടിട്ട് എനിക്കെതിരെ നല്ല തെറി വിളിച്ചേക്കാം. ഒരു കുഴപ്പമില്ല, പറയണ്ട, നമുക്ക് പറയണ്ടേ. ഇത് കേട്ടൊന്ന് പഠിച്ചപ്പോ എന്താ കുഴപ്പം അല്ലേ? ഒന്നാമത്തെ ഗുണം ഏതാണ്? ഹുസ്നു മുആശിറത്തി സൗജ. ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഭർത്താവാണ് അവർ. അല്ലാഹുവേ പരിഗണിക്കേണ്ടുന്നത് പോലെ പരിഗണിക്കുന്ന ഭർത്താവാണ്. എന്ത് വേണമെങ്കിലും കൊണ്ടു കൊടുക്കുന്ന ഭർത്താവാണ്. അല്ലാഹുവേ ഒരാഗ്രഹം അറിഞ്ഞപ്പോ കടന്നു പോയിട്ടുള്ളവരാരാ? അല്ലാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട മരുമകനായ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പട്ടിണിയും പരിവട്ടവുമായി കടന്നു പോകുമ്പോ ഒരു വേള അലിയാർ തങ്ങള് ഇരിക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി അരികത്തേക്കൊന്ന് കടന്നു വരികയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അരികത്ത് കടന്നു വന്നിട്ട് അള്ളാന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകനാരാണ്? അലിയാർ തങ്ങളാണല്ലോ. അലിന്റെ തോളത്ത് വന്നെന്ന് പിടിച്ചിട്ട് പറഞ്ഞലിയേ, എനിക്ക് റുമ്മാമ്പഴം കഴിക്കാൻ കൊതിയുണ്ടലിയേ. ഭാര്യയോട് നല്ല രീതിക്ക് പെരുമാറുമ്പോൾ മാത്രമേ ഭാര്യക്ക് ഭർത്താവിനോട് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് പറയാൻ കഴിയുള്ളൂ. ഏത് സമയം ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിട്ട് ചില കല്യാണത്തിനും അതുപോലെ ചില ഫംഗ്ഷനിലൊക്കെ ഭാര്യയും ഭർത്താവും കൂടെ വരും. ഈ ഭാര്യയും ഭർത്താവും കൂടെ വരുന്നത് കണ്ടാലേ ഇവർ ഒരു വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറയില്ല. ഭർത്താവ് മസിലൊക്കെ പിടിച്ച് അല്ലേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം അല്ലേ. അപ്പൊ ചോദിക്കും ഭാര്യ വന്നു ബാക്കിലുണ്ടെന്ന്. അവിടെ കൂട്ടുകാരികളൊക്കെ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. കുഴപ്പമില്ല, സെറ്റപ്പ്. എന്ത് സെറ്റപ്പ്? ഇവിടെ നല്ലൊരു ഭർത്താവാകുമ്പോൾ ഭാര്യ ഒന്ന് കൂടെ കൊണ്ടോ അരികത്തിരുത്തും. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും നല്ല ഭർത്താവാണെ പറയും എന്റെ പെണ്ണ് ഇവിടെ ഉണ്ട്, ഞാൻ അവളെ കൂടെ ഒന്ന് ഇപ്പൊ നോക്കട്ടെ. ഇതങ്ങനൊന്നുമല്ല. പിന്നെ ഭാര്യ വന്നിട്ട് ഇവരോട് പറയും ഭക്ഷണം കഴിക്കാറായി. ചില സ്നേഹമുള്ള ഭാര്യ വരും ഭക്ഷണം കഴിക്കാറായി. അതിന്റെ അർത്ഥം നിങ്ങൾ വരി, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. ഇല്ല, നീ പോയി കഴിച്ചോളൂ, ഞാൻ വന്നോളാം. നീ പോയി കഴിച്ചു, ഞാൻ വന്നോളാൻ. അല്ലാഹുവേ ഒരിക്കലും അങ്ങനെയല്ല. മസ്ല് പാടില്ല, മസ്ല് പിടിക്കരുതേ നിന്റെ വീട്ടിന്റെ ഉള്ളില്. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടെ നിന്ന് പറഞ്ഞ എന്തെന്നറിയോ? അവരോട് നല്ല രീതിക്ക് പെരുമാറണമെന്നാണ്. ബുദ്ധിയുള്ള ഭർത്താവിന്റെ ലക്ഷണം ഏതെന്നറിയോ? യംബഗീലിൽ ആഖിലി അയ്യകൂന ഫീ അഹ്ലിഹി കസ്സബീ. ബുദ്ധിയുള്ള ഭർത്താവിന്റെ ലക്ഷണം എങ്ങനെയെന്നറിയോ? അയ്യകൂന ഫീ അവനവന്റെ ഭാര്യയോട് അവനവന്റെ വീടിന്റെ കത്തട്ടിൽ എങ്ങനെയാണെന്നറിയോ? കസ്സബീ, കുട്ടികളെ പോലെയാകണമെന്നാണ് ഭർത്താവിന്റെ ഒരു ഗുണത. ബുദ്ധിയുള്ള ഭർത്താക്കന്മാർ എങ്ങനെയായിരിക്കണം? വീട്ടിന്റെ ഉള്ളിൽ തന്റെ ഭാര്യ മക്കളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. ഇനി എത്ര വലിയ വാള് പറയുന്ന ഉസ്താദായാലും മന്ത്രി ആയാലും MLA ആയാലും ഏതായാലും നമ്മുടെ ഭാര്യ മക്കൾ നിന്നല്ലോ. വെളിയിൽ നിങ്ങളെ പറ്റി പറയണ്ട. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള നിങ്ങളുടെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന് അല്ലേ. വീട്ടിന്റെ ഉള്ളിൽ കുട്ടികളെ പോലെയാകണം ഭർത്താവ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്നിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അല്ലേ. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള പിന്നെ ആളുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. പിന്നെ അമ്പെയ്ത്ത് മത്സരം നടക്കാൻ. ആയിഷ ബീവിക്ക് അത് കാണാൻ ഭയങ്കര കൊതി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹമുണ്ടോ? ആയിഷക്ക് ആഗ്രഹമുണ്ടോ? ആയിഷ
പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാ വന്നോ. അള്ളാന്റെ പ്രവാചകർ അവിടെ നിന്ന് ആയിഷ ബീവിയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ. ഞാനിവിടെ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഭാര്യക്ക് ഭർത്താവിനോട് എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭർത്താവ് അത്രയും സോഫ്റ്റ് ആയിരിക്കണം ഭാര്യയോട്. എന്നാൽ മാത്രമേ ആ സാധുക്കൾ അങ്ങനെ പറയുള്ളൂ. എന്നാൽ മാത്രമേ അങ്ങനെ പറയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെയാണ് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഫാത്തിമ ബീവി ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ തോളത്ത് കൈയിട്ട് പറഞ്ഞു, അലിയേ, എന്താ എന്റെ മുത്തു പറ. ആരാ പറയണത്? അള്ളാന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി അല്ലേ? കണ്ടിരുന്നാൽ എന്തൊരു വജ്ഹ, മുത്തഴകേ പോലൊരു മുഖമാ, പിരികമതും ത്വാഹ നബിയേ പോലൊരു സൗന്ദര്യമാ, നടന്നു വന്നാൽ നബി വരും പോലെ, പുഞ്ചിരിച്ചാലും മധു നിറവാലേ, കണ്ടവരിൽ അത്ഭുതമേറിയ ഐശ്വര്യ പൂങ്കരളേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാല് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ നടത്തം, അതേ പുരികം, അതേ കാര്യം എല്ലാം അങ്ങനെയാണ് മുന്നോട്ട് കടന്നു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്തായിരിക്കണം? വീട്ടിന്റെ അകത്തട്ടിൽ കൊച്ചുകുട്ടികളെ പോലെ ആയിരിക്കണം ഭർത്താവ്. എങ്കിലേ അവിടെ സമാധാനം കിട്ടുകയുള്ളൂ. ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് അല്ലേ എന്തെങ്കിലുമൊക്കെ പറയാ, ഭാര്യയോട് തമാശ പറയാ. അതല്ലാതെ ഭർത്താവ് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് മോക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ഭാര്യ വന്നിട്ട് കട്ടൻ ചായ വേണം, വേണ്ട, എന്നാ പിന്നെ ചോറെടുക്കട്ടെ, ഞാൻ പറഞ്ഞോളാം, മസില് എല്ലായിടത്തും മസില്. ഇങ്ങനെയുള്ള എനിക്ക് ഭർത്താവ് എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെയുള്ളവർക്ക് ഭർത്താവ് എന്ന് പറയാൻ പറ്റൂല. വീട്ടിന്റെ ഉള്ളിൽ വരുമ്പോ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒരു അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാഹ്, റാഹത്തായി പരസ്പരം ഭാര്യയും ഭർത്താവും ഒരു ദുആ. ഭാര്യ പറയാൻ, ഭർത്താവ് പറയാൻ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. ഭാര്യ പറഞ്ഞു ഭർത്താവിന് അല്ലാഹുവിന്റെ രക്ഷ, ഭർത്താവ് പറഞ്ഞു ഭാര്യയ്ക്ക് അല്ലാഹുവിന്റെ രക്ഷ. അപ്പോൾ ആ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയാണ്. ആ വീട്ടിൽ ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ആ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയുകയാണ്. ഇന്നിപ്പോഴങ്ങനെയാണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ മനുഷ്യന്മാര് പോകുമ്പോ വീടിന്റെ ഉള്ളിൽ ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന ഒരു വേലക്കാരി, വീട്ടിലുള്ള സ്വന്തം ഭാര്യ, ആ ഭാര്യന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് എന്താ? എല്ലാം ചെയ്യും ആ സാധു. ഏതുപോലെ നാൽക്കാലികൾ കഷ്ടപ്പെടുന്നത് പോലെ എന്ന് വെച്ചാൽ അവരെ ഞാനിപ്പോ നാൽക്കാലിന്ന് വിളിച്ചെന്നല്ല, ചില ഭർത്താക്കന്മാർ അവരെ കൊണ്ട് എല്ലാ ജോലി ചെയ്യിപ്പിക്കും. വീട്ടിന്റെ അകത്തട്ടിൽ ഒന്ന് പാത്രം കഴുവാനോ അല്ലെങ്കിൽ ഒന്ന് മക്കളെ ഒന്ന് എടുക്കാനോ, എന്തിനെങ്കിലും ഒന്ന് കൂടിക്കൂടെ. ഇതിങ്ങനെ തിന്നാ, ഭാര്യ ഉണ്ടാക്കി തരുന്നത് മുഴുവനും അടിക്കുക, ഒരറ്റത്ത് പോയി കിടന്നുറങ്ങുക. ഭാര്യ ഉണ്ടാക്കി തരുന്നത് മുഴുവനും അടിക്കുക, ഒരറ്റത്ത് പോയി കിടന്നുറങ്ങുക. അതാകരുത്. വീട്ടിലുള്ള സമയത്ത് ആ മോളെ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ ചെയ്തോളാം, നീ അത് ചെയ്തോ, ഞാൻ ഇത് ചെയ്തോളാം, ഇവിടെ നിന്ന് ഇപ്പൊ ഞാനൊന്ന് അങ്ങോട്ട് വൃത്തിയായിക്കോളാം, നീ അതുകൊണ്ട് മറ്റേ ചെയ്തോ, ഇത് ചെയ്തോ. അതൊരു പരസ്പരം ഭാര്യയോട് പറയുമ്പോ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഈ വിഷയം പറയണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കമന്റിൽ എഴുതി അറിയിച്ചാൽ മതി. ഉസ്താദേ, പൊന്നാര ഉസ്താദേ, ഈ വിഷയം വേണ്ട, നമ്മൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ഒരുപാട് പറയാണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഹുസ്നു മുആശിറത്തി സൗജ. തന്റെ ഭാര്യയോട് നല്ല രീതിക്ക് പരിവർത്തനം നടത്തുന്ന, തന്റെ ഭാര്യയോട് നല്ല രീതിക്ക് പെരുമാറുന്ന ഒരു ഭർത്താവാ ഏറ്റവും നല്ല ഭർത്താവെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അതാണല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ് വഇൻ കരിഹ്തുമൂഹുന്ന. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കറിയോ? നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് നല്ല രീതിക്ക് പെരുമാറണേ. അവരെ അടിക്കുന്നവനാകല്ലേ, അവളെ കുറ്റപ്പെടുത്തുന്നവനാകല്ലേ, ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവളുടെ കുറവുകൾ വിളിച്ചു പറയുന്നവനാകല്ലേ. അല്ലാഹുവേ, ഭർത്താവേ, നിന്റെ പ്രിയപ്പെട്ടവൾ നിന്നെ വെറുപ്പിക്കുന്ന വാക്കു പറഞ്ഞാലും, അല്ലാഹുവേ, നിന്നെ കുറ്റപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞാലും, നീ അവരോട് മാപ്പിട്ടുകൊണ്ട് കൊടുത്തുകൊണ്ട് കടന്നു വന്നാൽ അവരുടെ മനസ്സ് മാറുമെന്നാണ്. ശ്രദ്ധിക്കണേ, ഇതൊരു വലിയൊരു പോയിന്റാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യ നിങ്ങൾ എന്തോ പറഞ്ഞപ്പോ നിങ്ങളോട് വഴക്കിട്ടു, വല്ലാത്ത പ്രഷർ. ഭാര്യക്കും പ്രഷർ, ഭർത്താവിനും പ്രഷറെങ്കിൽ പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? കൊടുങ്കാറ്റ്, ഇടിയും മഴയായിരിക്കും.
അങ്ങനല്ലേ, കൊടുങ്കാറ്റ് ഇടിമഴയായിരിക്കും, പിന്നെ തീരൂല, ഫീസൊക്കെ അടിച്ചു പോകും. അതുപോലെ പാത്രം അടുക്കള വഴി വെളിയില്, പിന്നെ മക്കൾ ഇപ്പുറത്തെ വഴി. മക്കളൊക്കെ വന്നിട്ട് വാപ്പാന്ന് വിളിച്ചാൽ വാപ്പാന്ന് വിളിക്കുന്ന ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. മക്കൾക്കും കിട്ടും, ഭാര്യയും കിട്ടും. അവസാനം ഭാര്യയ്ക്ക് ദേഷ്യം വന്ന് ഭാര്യ എന്ത് ചെയ്യും, ഈ ഉള്ള തല കൊണ്ടിട്ട് ഭിത്തിയിൽ ഫുള്ള് ഇടിച്ച് ഭിത്തിയുടെ വെള്ള പെയിന്റ് ഫുള്ള് മാറ്റും. അങ്ങനത്തെ ഒരവസ്ഥ. ഇതിപ്പോ സ്വാഭാവികമാണ്, കണ്ടോണ്ടിരിക്കുന്ന കഥകളല്ലേ ഇത് ഓരോന്ന്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നല്ലതുപോലെ കടന്നു വന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇല്ലേ, നിസാരം അവിടെ നിന്ന് ഭാര്യ നമ്മളോട് എന്തെങ്കിലും വെറുപ്പിച്ച് സംസാരിച്ചാൽ കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അള്ളാന്റെ ഖുർആൻ പറയാൻ, അവർ നിങ്ങളെ വെറുപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞാലും കുറ്റപ്പെടുത്തുന്ന വർത്തമാനം പറഞ്ഞാലും ഭർത്താവേ ഒന്ന് ക്ഷമിച്ചുകൊടു. അതുകൊണ്ടാണല്ലോ ഒരു പാത്രത്തിന്റെ ഘട്ടത്തിൽ ഈത്തപ്പഴങ്ങളുമായിട്ട് അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരൊറ്റത്തട്ടാണ്, ഈത്തപ്പഴം മുഴുവനും തെറിച്ചു വീഴുകയാണ്. പാത്രം വേറെ ഒരു വഴിക്ക് അങ്ങോട്ട് കടന്നു പോവുകയാ. അല്ലാഹുവേ, ഭർത്താവാകുന്ന റസൂലുള്ളാഹി തങ്ങള് ആയിഷ ബീവിയെ വഴക്ക് പറഞ്ഞില്ല, ആയിഷ ബീവിയെ കുറ്റപ്പെടുത്തിയില്ല, ആയിഷ ബീവിയെ കളിയാക്കിയില്ല. യാ അല്ലാഹ്, അവിടെ ഇരുന്നു കൊണ്ട് ഈത്തപ്പഴമെല്ലാം പെറുക്കിയ പാത്രത്തിലേക്ക് ഇട്ടപ്പോ ആയിഷ ബീവിയുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഈ ആയിഷക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ. അതെന്തുകൊണ്ട് കിട്ടി? തന്റെ ഭാര്യ അവിടുന്ന് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ആ ദേഷ്യത്തിന്റെ വടിയിലൂടെ കടന്നു പോയപ്പോ തന്റെ ഭർത്താവ് എന്ത് ചെയ്തു? അവിടെ ക്ഷമിച്ചു കൊടുത്തു. ഇന്നങ്ങനല്ല, ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്നറിഞ്ഞ അടുത്തിരിക്കണ മൊബൈലാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മൊബൈലിൽ പോയാലും കുഴപ്പമില്ല, ഒരെറി ഭാര്യന്റെ മുഖത്ത്. ഞാൻ ചോദിക്കട്ടെ, ആ സമയം അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നമ്മുടെ ദേഷ്യം നമ്മൾ അടക്കി പിടിക്കുക. ദേഷ്യം അടക്കി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ച സാധനങ്ങളുടെ ഒക്കെ ചില്ലൊക്കെ പൊട്ടും, മൊബൈലൊക്കെ പല വഴിക്കും. അങ്ങനെ അനുഭവങ്ങളൊക്കെ ഇല്ലേ ആളുകൾക്ക്? അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. നമുക്ക് പറ്റാത്തൊരു സാധനം അപ്പൊ ക്ഷമയില്ലായ്മയാണ്. അതുകൊണ്ട് ക്ഷമ ഉള്ളവരാകണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, ബുദ്ധിയുള്ള ഭർത്താവിന്റെ ലക്ഷണമേതാ? അല്ലാഹുവേ, ഒരു ഭർത്താവ് വീടിന്റെ അകത്തട്ടില് എത്ര വലിയ പ്രഭാഷകനായാലും എത്ര വലിയ ഉസ്താദായാലും എത്ര വലിയ ആളായാലും പടച്ചറബേ, വീടിന്റെ അകത്തട്ടില് അവിടെ നിന്ന് കുട്ടിയെ പോലെ ആകണമെന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകരല്ലേ നമുക്ക് മാതൃക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷം കിട്ടാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഓട്ട മത്സരം വെച്ചിരുന്നു പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഓട്ട മത്സരം. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പോ നമ്മുടെ ഭർത്താക്കന്മാരോട് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് ചുമ്മമാര് പറയും, നാളെ നേരം വിളിക്കുമ്പോ നമുക്ക് പത്രം ഉണ്ട് ഓടാന്ന് പറഞ്ഞ ഭർത്താവ് പറയും, നിനക്ക് മുഴു പ്രാന്താന്ന് പറയും. ഉറപ്പല്ലേ? നിനക്ക് മുഴു പ്രാന്താൻ, നീ വല്ല ഗുളിക വല്ല മാറി കഴിച്ചോന്ന് അല്ലേ? വീട്ടിന്റെ ഉള്ളിൽ ഭാര്യ വന്നിട്ട് ഭർത്താവ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭാര്യ വന്നിട്ട് പറയും, പിന്നെ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്ത, എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ട്, ഞാൻ കേക്കട്ടെ. നിങ്ങൾ മിണ്ടണ കാണാപ്പ കൊതിയ അല്ലേ? ചില ഭർത്താക്കന്മാര് വീട്ടിൽ വന്നാല് വീട്ടിന്റെ അകത്ത് ഒരു മന്ത്രിയായിരിക്കും, ചിലപ്പോ MLA ആയിരിക്കും. വീട്ടിന്റെ ഉള്ളില് ചിലപ്പോ മന്ത്രി, ചിലപ്പോ MLA. എന്താ കാരണം? ഭാര്യയോട് വെള്ളം കൊണ്ടുവരൂ, അപ്പുറത്തെ വീട്ടിൽ കാശ് കൊടുത്തോ? ഇതൊക്കെ ചോദ്യങ്ങൾ ഈ പാവപ്പെട്ട സാധുക്കളെല്ലാം ചെയ്യണം. വല്ലാത്ത സങ്കടത്തിൽ, വല്ലാത്ത ബുദ്ധിമുട്ടിൽ, സങ്കടത്തിന്റെ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ ആര്? ഈ സാധുക്കൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറയുന്ന കസ്സബീ, കുട്ടിയെ പോലെയാകണം. വീടിന്റെ അകത്തിട്ടിൽ ഭാര്യ വരുമ്പോ ഭാര്യയോട് തമാശ പറയാ, അപ്പോഴും ഭാര്യ ചിരിക്കും, അപ്പൊ അവളും പറയും, അപ്പോഴും ചിരിക്കും. ഇല്ലേ? ഇടയ്ക്ക് വീട്ടിന്റെ അകത്ത് പാട്ടൊക്കെ പാടി നടക്കുക. അവര് കേട്ടോട്ടെ, ഇത് ഭാര്യ കേൾക്കാൻ വേണ്ടി നമ്മൾ ഈ പാട്ടൊക്കെ പാടാം, അവരും കേൾക്കണ്ടേ അല്ലേ? അപ്പം ഭാര്യയോട് സ്നേഹം വരുമ്പോ നമുക്കിങ്ങനെ പാടാൻ പറ്റും. പാവമാണെന്റെ പെണ്ണ്, സ്നേഹമെനിക്കായി പകർന്ന് നാദനിണയായി തന്ന മാറ്റു കുറയാത്ത പെണ്ണ്. അപ്പോഴും പാടാൻ പറ്റില്ലെങ്കിലോ? ഭദ്രകാളി വരുന്നു. ഭാര്യക്ക് പുതിയ പേര് ഭദ്രകാളി. സുബ്ഹാനല്ലാഹ്.
ചില ഭർത്താക്കന്മാര് ഭാര്യന്റെ പേര് ആയിഷ, നഫീസ, മൈമൂന, നല്ല പേരായിരിക്കും. ഭർത്താക്കന്മാരെ പേര് നേരെ മാറ്റിട്ട് ഭദ്രകാളി, കാന്താരി, അഹങ്കാരി, ഒരുപാട് പേരുണ്ടാവും ഭാര്യക്ക്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു എന്നെ നിങ്ങളെയും അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സ് അള്ളാഹു തആല ചൊവ്വാക്കി തരട്ടെ. അപ്പോ അവിടുന്നതാ പണ്ഡിതന്മാര് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വീടിന്റെ അകത്തട്ടില് പ്രിയപ്പെട്ട ഭാര്യയോട് നല്ല രീതിക്ക് പെരുമാറുമ്പോഴാണ് അള്ളാഹുവേ പ്രിയപ്പെട്ട പുന്നാര മക്കളും അത് കണ്ടുപഠിക്കുന്നത്. 5 വയസ്സുള്ള, 6 വയസ്സുള്ള, 7 വയസ്സുള്ള, 8 വയസ്സുള്ള മക്കൾ വീടിന്റെ അകത്തട്ടിലുണ്ട്. 8 വയസ്സുള്ള മക്കള് വീടിന്റെ അകത്തട്ടിലുണ്ട്. അല്ലാഹുവേ നീ സന്തോഷം തരണേ അല്ലാ, ആനന്ദം കൊടുക്കണേ അല്ലാ, രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്ന എന്നറിയോ? ചില വീട്ടിന്റെ അകത്തട്ടില് ഭയങ്കര നാണക്കേടാ. ഭർത്താവിന് ഭാര്യയോട് മിണ്ടാനും ഭാര്യക്ക് ഭർത്താവിനോട് മിണ്ടാനും, അല്ലെ? അവരുടെ അരികത്തൊന്നിരിക്കാനും, അല്ലെങ്കിൽ ഭാര്യയുടെ പുറത്ത് എന്തെങ്കിലും ഒന്നിരുന്നാൽ അതിനെ ഒന്ന് എടുത്തു കളയാനൊക്കെ ഭാര്യക്കും മടി, ഭർത്താവിനും മടി. കാരണം ഈ മക്കള് കാണൂലേ എന്നാണ്, ഇല്ലേ? നമ്മൾ പറയും നിന്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള ഭക്ഷണം നീ വെച്ചു കൊടുക്കണം. വേണ്ട, ഭക്ഷണം വേണ്ട, ഒരു ചെറിയ 50 പൈസയുടെ മുട്ടായെങ്കിലും വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മള് ഇന്ന് വരെ, ഇല്ലേ? നമ്മൾ വെച്ചു കൊടുക്കണം, അതൊരു സന്തോഷാണ്. അയ്യേ പിള്ളേരിക്ക് നാണക്കേടാവൂലേ? എന്ത് നാണക്കേട്? നമ്മൾ ചെയ്യണം അങ്ങനെ. ഇതാര് പഠിക്കണം? നമ്മുടെ മക്കളത് പഠിക്കണം. അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ആ ഒരു മാധുര്യം വരുള്ളൂ. ഇതുവരെ മക്കള് കാണാം, അയ്യേ മോശം, വല്ലാത്ത മോശം തന്നെ. അതുകൊണ്ടാണ് അവിടെ എപ്പോഴും നമ്മൾ നല്ലതുപോലെ കടന്നു വരണം. ഭാര്യയും ഭർത്താവും വീട്ടിന്റെ ഉള്ളിൽ കൊച്ചുകുട്ടികളെ പോലെ തമാശ പറഞ്ഞ് കളിച്ചിരികളോടുകൂടി കടന്നു പോകുമ്പോ അവിടെ പാറി പറന്നിറക്കുന്ന കൊച്ചുമക്കളുണ്ട്, കുരുന്ന മക്കളുണ്ടല്ലോ, അവർക്കാണ് നമ്മളെക്കാള് സന്തോഷമെന്നാണ്. അപ്പൊ ഒന്നാമത്തെ ഗുണം പറഞ്ഞെന്താ? ഹുസ്നു മുആശിറത്തി സൗജാ, തന്റെ ഭാര്യയോട് നല്ല രീതിക്ക് പെരുമാറുന്ന ഭർത്താവാകണം. അവരെ അടിക്കുന്നവനാകരുത്, അവരെ കുറ്റപ്പെടുത്തുന്നവനാകരുത്, അവരെ ചീത്ത വിളിക്കുന്നവനാകരുത്, അവരോട് ആക്ഷേപത്തിന്റെ വാക്കുകൊണ്ട് സംസാരിക്കുന്നവനാകരുത്, എന്തുകൊണ്ട് വന്നാലും അവരെ കളിയാക്കുന്നവനാകരുത്. അല്ലാഹുവേ പ്രിയപ്പെട്ട ഭർത്താവേ, നമുക്കുണ്ടാവുന്ന മറ്റൊരു സ്വഭാവം ഏതെന്നറിയോ? ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവച്ചാൽ ആ ഭക്ഷണത്തിന് 100 കുറ്റങ്ങൾ പറയും. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ നല്ലതുപോലെ ഇറച്ചിക്കറി ഉണ്ടാക്കി, ഞാൻ ഒരു ഉദാഹരണം പറയാം, ഇറച്ചിക്കറി ഉണ്ടാക്കി, ആ ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ട് ആ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ കൊണ്ടുവെക്കണ സമയത്ത് നമ്മളിങ്ങനെ നോക്കിയിട്ട് പറയും, ഇതെന്തത്? ചില ഭർത്താക്കന്മാര്, എല്ലാരും അല്ല, ചില ഭർത്താക്കൾ ഇതെന്തത്? ഇറച്ചിക്കറി. അവരാണ് ഇറച്ചിക്കറി കൊണ്ട് വെച്ചേക്കുന്നത്, നല്ല കണിയായി പോയി. അതേ സമയം നമ്മൾ എടുത്ത് കൂട്ടാണ്, പിന്നെ കൂട്ടുമ്പോ നല്ല ഉപ്പുണ്ട് കറിയില്. നീ ഇത്രയും നാളായിട്ട് ഒരു കറി വെക്കാൻ നിനക്കറിയില്ല, ഒന്നും നിനക്കറിയില്ല. എന്നിട്ട് നേരെ എങ്ങോട്ടാ പോകുന്നറിയ? ഉമ്മയിലേക്കും വാപ്പയിലേക്കും. അതിപ്പോ അങ്ങനെ കിട്ടും, നിന്റെ ഉമ്മാക്കനല്ലോ ഉണ്ടാക്കാറിയോ, നിന്റെ വാപ്പാക്കല്ലോ ഉണ്ടാക്കാറിയോ? പിന്നെ ആ പാവപ്പെട്ട പെണ്ണിന്റെ ഉമ്മാക്കും വാപ്പാക്കും സ്വസ്ഥായിട്ട് കിടക്കാൻ പറ്റൂല, സ്വസ്ഥായിട്ട് കിടക്കാൻ പറ്റൂല. എന്നാൽ അവിടെ നിന്ന് ഭാര്യ കൊണ്ടുവെക്കുന്നതുണ്ടല്ലോ, ഭാര്യ കൊണ്ടുവെക്കുന്ന ആ ഭക്ഷണത്തിന് നല്ലതുപോലെ നമ്മൾ സന്തോഷകരമായിട്ട് നല്ല വർത്തമാനം പറയാ. ഉപ്പ് കൂടിയെങ്കിലും അല്ലാഹുവേ നല്ലതുപോലെ അല്ലാഹ് കടന്നു വന്നാൽ ഉപ്പ് കൂടിയെന്ന് നമുക്കറിയാം. ഭാര്യ വന്നിട്ട് ചോദിക്കും, ചില ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് എല്ലാം ഉണ്ടാക്കി തരും, നല്ല അടിപൊളിയായി. എന്നിട്ട് അവര് ചോദിക്കും, എങ്ങനെയുണ്ട് ഇന്ന് ഞാൻ വെച്ചൊരു പുതിയൊരു ഐറ്റാണ്, സ്ലാസ് ഓഫ് ഫിഷ് ആയിക്കോട്ടെ, എങ്ങനെയുണ്ട് സംഭവം? അപ്പൊ പറയാം സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഒരു വാക്കുകൾ പറയുമ്പോണ്ടല്ലോ ആ പെണ്ണിന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു കുളിര്, ഒരു സന്തോഷം. പിന്നെ ആ പെണ്ണിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി തോന്നും. നിങ്ങൾ ഇന്ന് മുതൽ കൂടെ ചെയ്ത് നോക്കി, ഭാര്യ എന്ത് കൊണ്ടുവച്ചാലും പറയാം അടിപൊളി എന്ന് പറഞ്ഞു നോക്കി. നാളെ നിങ്ങൾക്ക് ഇന്നിപ്പോ 3 ഊട്ടം ഉള്ളെങ്കിൽ നാളെ നിങ്ങൾക്ക് 6 ഊട്ടം കിട്ടും, ഉറപ്പാണ്. ഇന്ന് 3 ഊട്ടം കറിയേ ഉണ്ടാവുള്ളൂ, നാളെ 6 ഊട്ടം കറിയെ നമുക്ക് കിട്ടും. പക്ഷെ എന്ത് വേണം? ഉപ്പ് കൂടിയാലും കുറ്റപ്പെടുത്തരുത്, ഉപ്പ് കൂടിയാലും അവരെ കളിയാക്കരുത്, എരിവ് കൂടിയാലും
ഈ പിശാചിന്റെ കാര്യം കൊണ്ട് തോറ്റ് വായൊക്കെ എരിക്കുന്നുണ്ട്, എന്ത് എരിയാത്, നിനക്ക് പിന്നെ കണ്ണില്ലായിരുന്ന എന്നൊക്കെയാ ചില ആളുകൾ ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പൊരുത്തപ്പെട്ടിട്ട് അവരോട് പറയണം, അൽഹംദുലില്ലാ, അത് മാറ്റാൻ സൂപ്പർ കറി, ഒരു അല്പൊരു എരിവ് കുറവുണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ സൂപ്പർ ആയാലേ. അപ്പൊ അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയതുമില്ല, അതിനകത്ത് കുറച്ച് എരിവുണ്ടെന്ന് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ചിലർ പറയും, എന്തോന്ന് എരിയാടി, നിനക്ക് തീരെ ബോധമല്ല, നിന്റെ കണ്ണെവിടെ ആയിരുന്നു. അതേസമയം നമ്മൾ പറയാൻ, മോളെ അടിപൊളി കറിയിട്ട്, നീ ഇതെങ്ങനെ ഉണ്ടാക്കിയത്, പക്ഷെ കുറച്ച് ഒരു അല്പൊരു എരിവും കൂടെ കുറവായിരുന്നു കണ്ടല്ലേ, ഒന്നും കൂടെ സൂപ്പറായി. ഇൻഷാ അല്ലാഹ് നാളെ അങ്ങനെ ഉണ്ടാക്കാം, നാളത്തെ കറി സൂപ്പറായിരിക്കും, നാളത്തെ കറി സൂപ്പറായിരിക്കും, ഇല്ലേ? എന്നാൽ അവിടെ നിന്ന് ഏറ്റവും നല്ല ഭർത്താവ് ചെയ്യേണ്ടുന്ന കടമകൾ ഏതെന്നറിയോ? ഭാര്യ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവച്ചാൽ സുബ്ഹാനല്ലാഹ് അതിനെപ്പറ്റി നല്ലത് പറയുന്നവരാകണം. ഭാര്യ കൊണ്ടുവെക്കുന്ന ഭക്ഷണം എടുത്ത് അടിച്ച് വിഴുങ്ങിയിട്ട് എഴുന്നേറ്റ് പോകുന്നവനല്ല, അവരോട് നല്ല ഒരു നന്ദിയുടെ വർത്തമാനെങ്കിലും പറയുന്നവനാണ് ഭർത്താവ്. ഭാര്യ കൊണ്ടുവെക്കുന്ന ഭക്ഷണം അടിച്ച് മിന്നിട്ട് പിന്നെ ആംബുലൻസ് വരണക്ക് പിന്നെ ഏമ്പക്കം വിട്ട് എഴുന്നേറ്റ് പോയാൽ പറ്റൂല. അവിടെ ഇരുന്നിട്ട് പറയണം, അൽഹംദുലില്ലാ നീ ഒന്നും കഴിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഭർത്താവ് പറയാറുണ്ടോ, എല്ലാം ഉണ്ടാക്കി വെച്ചു, ഭക്ഷണം ഉണ്ടാക്കി വെച്ചു, എല്ലാം ഉണ്ടാക്കി വെച്ചു. പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ ഇത്രയും നേരം പാടുപെട്ട ഭാര്യയെ അരികത്തേക്കൊന്ന് വിളിച്ചിരുത്തുമോ? ഇനിയിപ്പോ എന്താ ജോലിയുള്ള, നീ കൂടെ വന്നിരി, അത് കഴിഞ്ഞിട്ടുള്ള ജോലി മതി. ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു, നീ വന്നിരിക്ക്, കുഴപ്പമില്ല, അതൊക്കെ അവിടെ കിടക്കട്ടെ, ഇതിപ്പോ കഴിച്ചിട്ട് പോകാം, ഇത് കഴിച്ചിട്ട് പോകാം. അല്ല വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോ, നീ ചുമ്മാ വന്നിരിക്കും. ആ ഭാര്യ അരികത്തി പിടിച്ചിരുത്തുമ്പോണ്ടല്ലോ അൽഹംദുലില്ലാ രണ്ടുപേരും അപ്പുറം അപ്പുറം നമ്മുടെ മക്കളോട് ഇരുന്ന്. പക്ഷെ അമ്മായി കാണൂല, അമ്മായി കാണട്ടെ, അമ്മോശം കാണട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആരോ കണ്ടോട്ടെ, അമ്മക്കെന്താ, നമ്മുടെ ജീവിതമല്ലേ, അവിടെ സന്തോഷം വേണം. അപ്പൊ അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരു കഷ്ണം മീനെടുത്ത് ഭാര്യയുടെ പ്ലേറ്റിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ, അത് അവരെടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ മനസ്സിന്, അതൊരു വല്ലാത്തൊരു സുഖമാണ്. പക്ഷേ അതറിയാത്തവർക്ക് അതിനെപ്പറ്റി അറിയില്ല. ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ മുഴുവനും കഴിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടാറുണ്ട്. എന്നിട്ട് പോയിട്ട് പോത്തിനെ പോലെ കിടന്നുറങ്ങിയാ പറ്റൂല. അല്ലാഹുവേ, അവരെല്ലാം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഇനി അവർക്ക് അതിനുള്ള സമയം കൊടുക്കണം. ചില ഭാര്യമാർ അങ്ങനെ ഒന്നും അവർ കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ പറയണം, നീ പോയി കഴിച്ചു, ആ പാത്രമൊക്കെ ഞാനൊന്ന് കഴിവെക്കാം. ആ നല്ല കഥ. ചില ഭർത്താക്കന്മാരിപ്പോ ഒരുമിച്ച് ഭാര്യയും ഭർത്താവ് ഇരുന്നിട്ട് എന്റെ വിഷയം കേൾക്കുന്നവരുണ്ട്. അവരിങ്ങനെ ചിന്തിക്കാം, പടച്ചോൻ ഇവനിക്ക് ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇന്ന് അവനിക്ക് പനിയൊക്കെ ആയിട്ട് ഇന്ന് അവനിക്ക് എന്താ പറ്റിയത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ചിന്തിച്ചോളി, കുഴപ്പമൊന്നുമില്ല, ഇല്ലേ? ആ സമയത്ത് അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോഴരായ സ്വഹാബത്ത് ഒരു വേള പറഞ്ഞല്ലോ, അല്ലാഹുവേ, സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ദുആക്ക് ഉത്തരമുണ്ട്, ഒരു പെണ്ണിന്റെ ദുആക്ക് ഉത്തരമുണ്ട്. അവിടെ നിന്ന് ചോദിച്ചു പോയി, ഏത് പെണ്ണിന്റെ ദുആക്കാ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സന്തോഷകരമായിട്ട് കടന്നു വരുമ്പോ ആ പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവിന് സന്തോഷം വരുന്നു. ആ ഭർത്താവ് ഭാര്യ അരികത്തിരുത്തി ആ പ്രിയപ്പെട്ടവളോട് നല്ല വർത്തമാനം പറഞ്ഞു. ആ ഭാര്യയെ സഹായിക്കുമ്പോ ആ ഭർത്താവിന് അല്ലാഹുവേ ഭാര്യ ചെയ്യുന്ന ദുആ അത് അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. ഇത് ചില്ലറ കാര്യമില്ല. ഭാര്യയോട് പറഞ്ഞു, മോളെ സുബൈദ നീ ഇവിടെ വന്നിരിക്കും, അല്ലെങ്കിൽ മൈമൂന നീ ഇവിടെ വന്നിരിക്കും, എന്നിട്ട് ഇരുന്നിട്ട് അന്ന് കഴിക്കും. വേണ്ട, നീ കഴിച്ചിട്ട് പോയാൽ മതി. അപ്പൊ ഭാര്യ ഇങ്ങനെ ചിന്തിക്കും, പടച്ചോ ഇന്നത്തെ വാള് കേൾക്കുന്ന ചില ഭർത്താക്കന്മാര് നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഇതങ്ങനെ ചെയ്താൽ ഭാര്യ പറയും, യാ അല്ലാഹ്, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനെനിക്ക് എന്താ റബ്ബേ പറ്റി, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ചിന്തിക്കും. അറിയാത്തവരാണെങ്കിൽ പോലും പടച്ചോനെ ശരിയാണല്ലോ, ഇല്ലേ? നിങ്ങൾ ഇപ്പോ എന്ത് കുട്ടിയാലും മേടിച്ചോണ്ട് കൊടുക്കും. ചില ആളുകൾ ഭർത്താവ് എന്ന ചാര എല്ലാ സാധനം മേടിച്ചോണ്ട് കൊടുക്കും. അരി വേണോ, പഞ്ചസാര വേണോ, പിന്നെ ഇനി എന്തെല്ലാം വെക്കാനുണ്ടോ, എന്തു വേണമെങ്കിലും എവിടെ നിന്ന് കടം മറിച്ചെങ്കിലും മേടിച്ചോണ്ട് കൊടുക്കും. അതിലെന്ത് ഭർത്താവ്, അതിലെന്ത് ഭർത്താവ്? ആ മേടിച്ചോണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 2 കിൻഡൽ സാധനമൊക്കെ ഇപ്പൊ നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാല് എന്നിട്ട് പറയും, എന്നാ സാധനം അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് എഴുന്നേറ്റ് പോകും. അതേസമയം നമ്മൾ എന്ത് വേണം അത് കൊണ്ടുവന്നിട്ട് നമ്മളും കൂടെ അവരോടൊപ്പം ഒന്ന് ചേർന്ന്, ആ ഇതിട്ട് വെക്കുന്ന പോണി എവിടെയാണ്, ഇതിട്ട് വെക്കുന്ന പാത്രം എവിടെ, ഇൻഷാ അല്ലാഹ് കടു നമുക്ക് അതിനകത്ത് ഇടാം, പഞ്ചസാര ഞാൻ ഇട്ടോളാം, നീ അത് മാറ്റിവെക്ക്. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടെ ചേരുമ്പോ ഈ ഭാര്യക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു സമാധാനവും അത് പറഞ്ഞാൽ തീരൂല. അത്
പറഞ്ഞാൽ തീരൂല. അപ്പോ ഏറ്റവും നല്ല ഭർത്താവിന്റെ ഒന്നാമത്തെ ഗുണമേതാ? ഹുസ്നു മുആശിറത്തി സൗജ. തന്റെ ഭാര്യയോട് നല്ല രീതിക്ക് പെരുമാറുന്ന ഭർത്താവാണ്. പടച്ചറബേ, ഭാര്യ അവിടെ നിന്ന് പനി പിടിച്ചുകൊണ്ട് കിടന്നാലും വേണ്ടില്ല, തലവേദനിച്ചാലും വേണ്ടില്ല, ഭാര്യയോട് പറയും നീ എന്തേ ഇന്നൊന്നും വെക്കാത്തത്? നിനക്കെന്തു കുരുവായിരുന്നു ഇവിടെ? നിനക്ക് മാത്രമേ പനിയുള്ളൂ, മറ്റുള്ളവർക്കാർക്കും ക്ഷീണമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചില നാണം കെട്ട ഭർത്താക്കന്മാര് പറയാറുണ്ട്. എന്നാൽ അവരവിടെ നിന്ന് രോഗിയായി കിടക്കുമ്പോ അവരോട് പറയാൻ പറ്റുമോ? നീയും എഴുന്നേക്കണ്ട, വിശ്രമിച്ചോ, നീയൊന്ന് കിടന്നോ, ഞാൻ ചെയ്തു കൊള്ളാം, എനിക്കൊന്ന് പറഞ്ഞു തന്നാ മതിയല്ലോ. പടച്ചറബേ, വീടിന്റെ കത്തട്ടില് ഭാര്യയും ഭർത്താവും കൂടെ കടന്നു പോകുമ്പോ നല്ലൊരു വർത്തമാനം പറയാത്ത ഭർത്താവുണ്ട്. ഭാര്യ എത്രയോ ദിവസങ്ങൾ വീടിന്റെ കത്തട്ടിൽ രോഗിയായി കിടന്നു. ആ പ്രിയപ്പെട്ട ഭാര്യയോട് നല്ലൊരു വാക്ക് പറയാത്ത ഭർത്താവുണ്ട്. അല്ലാഹുവേ, ഭാര്യക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ പറ്റാത്ത ഭർത്താവുണ്ട്. വേണമെങ്കിൽ പനി പിടിച്ച് ഛർദിച്ച് കിടക്കുന്ന പെണ്ണിനോട് പറയും നീ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്ക. അങ്ങനല്ലേ ഭാര്യക്ക് സുഖമില്ലാണെന്നാല് ഭർത്താവ് വന്നിട്ട് ഉപദേശിയ എന്തേ പിന്നെ എന്താന്നറിയില്ല, എനിക്ക് വല്ലാതെ ഇപ്പൊ തല ചുറ്റുന്നു. കുഴപ്പമില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചോ, ഒക്കെ മാറിക്കോളും. എന്നാലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കൂല. ആ വിക്സ് എടുത്തിട്ട് കുഴപ്പമില്ല, ശരിയായിക്കോളും. ഈ വിക്സ് ഒന്ന് എടുത്തു കൊടുത്തപ്പോ എന്താ കുഴപ്പമാവുക? അല്ലെ? അല്ലെങ്കിൽ വേണ്ട, എടുത്ത് കൊടുക്കണ്ട. ആ വിക്സ് എടുത്ത് ഭാര്യന്റെ നെറ്റിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുമ്പോ ആ പെണ്ണിനുണ്ടാകുന്ന സന്തോഷം നീ എന്തേണ്ട, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, അവളെ രോഗം പമ്പാടക്കും. അതിനെന്ത് വേണം? അതിന് മനസ്സ് വേണം. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا وحبيبنا وهادينا ومصطفانا محمد. ارحم الراحماയ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം തരണേ അല്ലാഹ്. രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, സങ്കടങ്ങൾ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ശരീരങ്ങൾ കീറി മുറിക്കുന്ന ഒരു രോഗവും വെക്കല്ലേ അല്ലാഹ്. ഒരു സങ്കടവും വെക്കല്ലേ അല്ലാഹ്, ഒരു കണ്ണീരും വെക്കല്ലേ അല്ലാഹ്, ഒരു ബുദ്ധിമുട്ടും വെക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഒന്നും കൊള്ളാത്ത എന്നോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. എന്നെ അല്ലാഹുവേ അടുത്തറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ട് കടന്നു വരുന്നവരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ അല്ലാഹുവേ, ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലാഹുവേ. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞു അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.